ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഭദ്രാസനത്തിലെ പള്ളികളുടെ ഭരണത്തിന് ആളെ കിട്ടാതെ വരികയാണ്. ചുമതല ഏറ്റെടുക്കാൻ യോഗ്യരായവരുടെ അഭാവമാണ് ഭദ്രാസനത്തിലെ പ്രതിസന്ധി. മാർച്ച് 16 അല്ലെങ്കിൽ അതിനു മുമ്പോ പള്ളികളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കണം. അങ്ങനെയാണ് പുതിയ മെത്രാന്റെ കൽപ്പന. ആ കൽപ്പനയിൽ പ്രത്യേകം ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പാലിച്ചു വേണം ആളുകളെ തിരഞ്ഞെടുക്കാൻ. പൊതുയോഗത്തിന് ഇടവക യോഗ രജിസ്റ്റർ വികാരി തയ്യാറാക്കണം. ഇടവക യോഗ അംഗങ്ങളുടെ പട്ടിക മുൻകൂട്ടി വികാരി പ്രസിദ്ധീകരിക്കണം. കുടിശ്ശിക പട്ടിക കൃത്യമായും തയ്യാറാക്കിയിരിക്കണം. കുംഭസാരം കുർബ അനുഭവം നടത്തുന്നവരായിരിക്കണം യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. അങ്ങനെയുള്ളവരെ മാത്രമേ യോഗത്തിൽ പങ്കെടുപ്പിക്കൂ. അതെല്ലാം സഹിക്കാം. ഇനിയുള്ള മറ്റൊരു നിർദ്ദേശമാണ് എല്ലാവരെയും വലയ്ക്കുന്നത്. ഇടവകയുടെയും സഭയുടെയും ഭരണ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആദിയായ ദുശ്ശീലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവരും ക്രിസ്തീയ സാക്ഷ്യമുള്ളവരും ആയിരിക്കണമെന്ന് നാം നിങ്ങളെ പ്രത്യേകം ഉദ്ബോധിപ്പിക്കുന്നു. ഈ കൽപ്പന എഴുതിയ കൈകൾക്ക് പോലും അങ്ങനെയാണെങ്കിൽ സഭാ നേതൃത്വത്തിലോ ഇടവക നേതൃത്വത്തിലോ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? മദ്യപിക്കുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുമാണ് മെത്രാന്റെ ഇടവും വലവും ഇരിക്കുന്നവർ പോലും. ഇടവകയുടെ ഭരണത്തിൽ പോകട്ടെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലിരിക്കുന്ന ഉഡായിപ്പ് വീരന്മാർ സന്ധ്യയായാൽ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്നവരാണ്. വെള്ളമടിച്ച് പൂസായി ഓടയിൽ കിടക്കുന്നവരാണ് ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗം. ആയൂരിൻ്റെ തെരുവീഥികളിൽ പൂഴിമണൽ എണ്ണിത്തീർക്കുന്ന ഈ എരപ്പാളി മദ്യപാനി മാത്രമല്ല, മോഷണക്കുറ്റത്തിന് കേസ് പറയുന്നവനുമാണ്. ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങൾ തിരിമറി നടത്തി അവിടുത്തെ ഇടപാടുകാരെ കാണാതെ ഒളിച്ചു നടക്കുന്നവനാണ് ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം. മെത്രാന്റെ ഈ കൽപ്പന അനുസരിച്ച് ഇവനെയൊക്കെ പള്ളിയിൽ പോലും കയറ്റാൻ പറ്റുമോ? മെത്രാന് പറ്റിയ ഗുണ്ടകളാണ് കൂടെയുള്ളത്. സംരക്ഷണം കിട്ടും. ഏത് തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കും. ഈ കൽപ്പന അനുസരിച്ചാണെങ്കിൽ പള്ളി ഭരിക്കാൻ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാകും. ഇനി എന്ത് ചെയ്യുമെന്നാണ് വിശ്വാസികൾ പരസ്പരം ചോദിക്കുന്നത്. ഒന്നുകിൽ കൽപ്പന ചവറ്റുകൊട്ടലേറണം, ഇല്ലെങ്കിൽ മദ്യപാനം നിർത്തണം. വിശ്വാസികളുടെ ഈ ആശങ്ക മെത്രാൻ തന്നെ പരിഹരിക്കണം.